തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടല്ലേ, ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. ഇടതുപക്ഷ മുന്നണിയുടെ 20 സ്ഥാനാർത്ഥികളെയും അതാത് പാർട്ടികൾ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് മാണി ആദ്യം പ്രഖ്യാപിച്ചു. CPI അവരുടെ 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇന്ന് 15 സ്ഥാനാർത്ഥികളെ CPM സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 20 പേര് രംഗത്ത് വന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് സ്ഥാനാർത്ഥികൾ ജനങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. വലിയ സ്വീകാര്യതയാണ് ഓരോ പ്രദേശത്തുമുള്ളത്. സ്ഥാനാർത്ഥികളെ ജനങ്ങൾ അങ്ങേയറ്റം ആദരവോടുകൂടി വരവേൽപ്പ് നടത്തുകയാണ്. പലരും സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ ചെന്ന് അവർക്ക് വലിയ അംഗീകാരം നൽകുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണങ്ങളിലേക്ക് ജനങ്ങൾ ഏർപ്പെടുകയാണ്. ആകെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷം വളരെ സജീവമായി നിറഞ്ഞു നിന്നിരിക്കുകയാണ്. കൺവെൻഷനുകൾ 7, 8, 9 തീയതികളിലായിട്ട് കൺവെൻഷൻ നടത്താൻ ഉള്ള ആലോചനയുണ്ട്. ഇനി ഇടതുപക്ഷ മുന്നണി കൂടി ചേർന്ന് അതിന്റെ ബാക്കി കാര്യങ്ങൾ ആലോചിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് അക്കൗണ്ട് തുറക്കലല്ല, ഇരട്ട അക്കം കിടക്കുന്നതാണ് പറഞ്ഞത്. ഇരട്ട അക്ക ശരിയാ, 00 വന്ന ഇരട്ട അക്കായി.